വിൻറ്റേജ് കാറുകൾക്ക് വേണ്ടി മാത്രമുള്ള നമ്മുടെ രാജേഷ് ഏട്ടൻ്റെ വർക്ക്ഷോപ്പിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകാൻ പോകുന്നത് വിൻറ്റേജ് കാറുകളുടെ ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. 100-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള കാറുകളുടെ ശേഖരത്തിലേക്ക്. ഫ്രണ്ട്സ്, വിൻറ്റേജ് കാറുകളുടെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ മറ്റഡോർ വണ്ടികളുടെ ഒരു എന്താ പറയുക വലിയൊരു പാർക്കിംഗ് ഏരിയ നിങ്ങൾക്ക് കാണാം. ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. രാജേട്ടാ, ഇതെങ്ങനെയാണ് ഇത്രയും വണ്ടികൾ ഇവിടെ വന്നത്? മറ്റഡോർ ഇതൊരു കസ്റ്റമേഴ്സിന് വേണ്ടി കൊണ്ടുവന്ന വണ്ടികളാണ്. ഒരു ഫോഴ്സ് ഇന്ത്യ, അതായത് മെറ്റഡോർ അവരുടെ ഒരു GM ആയിരുന്നു. ഓക്കെ, അവര് റിട്ടയർ ആയി. അപ്പോൾ മക്കൾ വന്നിട്ട് അവരുടെ അച്ഛൻ്റെ കാലത്ത് ഇറങ്ങിയ വണ്ടികളൊക്കെ ഒരു അതേപോലെ റിസ്റ്റോർ ചെയ്തിട്ട് ആ പൈതൃകടെ എത്തിക്കണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വണ്ടികളെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട്. ഈ ഡിസംബർ എത്ര വണ്ടിയുണ്ട് ടോട്ടൽ? അവർക്ക് മാത്രം 40 വണ്ടി. 40 വണ്ടിയുണ്ട്. ഓക്കെ, ബാക്കിയല്ലാണ്ട് വേറെ കസ്റ്റമേഴ്സിന് വണ്ടികളുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ എപ്പോഴത്തേക്കാണ്? ഈ ഡിസംബറിൽ കൊടുക്കണം. എനിക്ക് ഈ ഡിസംബറിൽ നമ്മൾ കൊടുക്കണം. ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ നിങ്ങൾ വേറൊരു അത്ഭുതം ഇവിടെ കാണിച്ചു തരാം. ഇത് 1974 മോഡലിൽ ബെൻസ് ആണ് കേട്ടോ. ബെൻസ് 115. ഇപ്പം ഇത് കണ്ടു. ഇപ്പം നിങ്ങൾ ഈ വണ്ടി കണ്ടില്ലേ? ഇതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 5-6 മാസത്തിനുള്ളിൽ ഇത് പുലിക്കുട്ടിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ഏകദേശം വണ്ടികൾ ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കണ്ടോ, അതാണ് പിന്നീട് നമ്മുടെ വർക്ക്ഷോപ്പിൽ പണിത് ഒരു രാജാവിനെ പോലെ ആക്കി മാറ്റുന്നത്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നേരെ രാജേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ അങ്ങനെ ഇതാ നൗഷാദ് ഖാൻ്റെ കൂടെ നമ്മുടെ 1931 മോഡൽ ഫോർഡ് A വണ്ടിയുമായിട്ടൊന്ന് പുറത്ത് കറങ്ങാനായിട്ട് വന്നതാണ്. ആക്ച്വലി രാജേട്ടനായിരുന്നു ഇവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വന്നത്. ഒരു ടിവിയുടെ ഒരു ഷൂട്ട് കൂടി നടക്കുന്നുണ്ട്. 2 ഷൂട്ടിങ് ഒരുമിച്ചാണ്. ശരിക്കും ഇതുപോലൊരു റോഡ് പ്രസൻസ് കിട്ടുന്ന വണ്ടി വേറൊന്നും ഉണ്ടാവില്ലേ? ഇതുണ്ടല്ലോ, ഇതിൻ്റെ ക്ലച്ച് ഗിയറും നോർമലി യൂസ് ചെയ്യുന്നതിനേക്കാളും വ്യത്യാസമില്ല ഇതിൻ്റെ? വ്യത്യാസമുണ്ട്. ആക്സിലേറ്ററും ക്ലച്ചും ബ്രേക്കിന് അടിയിലാണ് ആക്സിലേറ്റർ. അതായത് സാധാ വണ്ടികൾക്ക് ഫസ്റ്റ് ആക്സിലേറ്റർ, പിന്നെ ബ്രേക്ക്, പിന്നെ ക്ലച്ച്. ഇതങ്ങനെയല്ല. ഇത് ആദ്യം ബ്രേക്ക്, പിന്നെ സെൻട്രല് ആക്സിലേറ്റർ, ഇത് ബ്രേക്കാണ്, ഇത് ക്ലച്ച്, ഇത് ക്ലച്ച്, ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്. അത് സ്റ്റാർട്ടിങ്. അതാണ് സ്റ്റാർട്ടിങ് സെപ്പറേറ്റ് ലിവറാണ്. സാധാ വണ്ടികൾക്ക് ചാവിയാണല്ലോ, ചാവിയല്ല, പെഡലാണ്. ഓക്കെ, പെഡൽ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുക, സെൻട്രൽ ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്. സാധാ വണ്ടി ഓട്ടും പോലെ അത്ര എളുപ്പമല്ല. ആ ഒരു പഴമയുടേതായ ടെക്നോളജിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ട് കേട്ടോ. മീറ്ററൊക്കെ കണ്ട ശരിക്കും എല്ലാം മാനുവലാ, അനലോഗ് ടൈപ്പാണ് കേട്ടോ. ഇതിങ്ങനെ മൂവായി വരുന്നതൊക്കെ. എന്തായാലും പ്രൗഡി. രാജകീയമായിട്ട് ഓടിയിട്ടുണ്ടല്ലോ. നമ്മൾ രാജേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. ശരിക്കും റൂഫ് ടോപ്പ് 1931 ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് കേട്ടത്. ഇതിലും വലിയ സന്തോഷമുള്ള ഉണ്ടല്ലോ ഒരു മൊമെന്റ് വേറെ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ രാജേട്ടൻ്റെ വീടിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയ ശരിക്കും വിൻറ്റേജ് കാറുകളുടെ ഒരു മ്യൂസിയം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു കാഴ്ചകളിലോട്ട് ഇനി നമുക്ക് പോകാവേ. നമ്മളങ്ങനെ ഉണ്ടല്ലോ രാജേട്ടൻ്റെ വിൻറ്റേജ് കാറുകളുടെ മ്യൂസിയവും വിൻറ്റേജ് കാറുകളുടെ ഒരു സ്വർഗത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തിയേ. രാജേട്ടാ, ഇവിടെ നമ്മൾ അവിടെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാം ഓടുന്ന വണ്ടികളാണല്ലേ? ഇതെല്ലാം എൻ്റെ സ്വന്തം ഓടുന്ന വണ്ടികളാണ്. സ്വന്തം ഓടുന്ന വണ്ടി കളക്ഷനാണ്. എൻ്റെ കളക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കളക്ഷനിങ് നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബങ്ങളാണ്, എൻ്റെ കുട്ടികളാണ്, ഫാമിലി മക്കളെല്ലാവരും ഓട്ടിക്കും, എൻ്റെ വൈഫ് ഓട്ടിക്കും, എല്ലാവരും ഈ വണ്ടികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ്. ഓക്കെ, അതുകൊണ്ടല്ലോ നമുക്ക് ആദ്യമേ ഇവിടെ നിന്ന് തുടങ്ങി. ഇത് 1931 മോഡൽ ഫോർഡ് അല്ലേ? അതെ, A ഫോർഡ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു മുത്തശ്ശിയുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, ഒന്ന് പറയാമോ? ഇത് 1936 ഷെവർലെ സ്റ്റാൻഡേർഡ് പറയും. ഓക്കെ, ഇത് വന്നിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ വണ്ടി. അപ്പോൾ ഈ നമ്പറിന്റെ വണ്ടി ഞാൻ കുറെ കാലം വെയിറ്റ് ചെയ്തു, ഈ 1936 കിട്ടാൻ വേണ്ടി തന്നെ. അങ്ങനെ ഇതിന്റെ നമ്പറും 1936 എടുത്തു. ഓക്കെ, ഇതിന്റെ നമ്പർ 1936. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് വമ്പന്മാരുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ കോൺടസ്റ്റ് ആണല്ലേ? ഇത് കോൺടസ്റ്റ്. ഞാൻ കോളേജിൽ പഠിച്ചതും കല്യാണം കഴിഞ്ഞതും എൻ്റെ കുട്ടികളൊക്കെ ജനിച്ചതും ഈ കാറിലാണ്. ഓക്കെ, ഒരുപാട് ഫാമിലിയുടെ ഫംഗ്ഷനുകളുടെ ഒരുപാട് കഥകൾ പറയാനുള്ള പെണ്ണ് നോക്കണം മുതൽ ഈ വണ്ടി തന്നെയാണ്.
അപ്പോൾ സഹചാരിയാണ്. അപ്പോൾ ഈ വണ്ടി ഞാൻ ആർക്കും കൊടുക്കില്ല. അത് എൻ്റെ ഒരു എന്താ പറയാ ആദ്യത്തെ വണ്ടിയാണ് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ഒരു കാറിന്ന് കിട്ടിയ സാധനമാണത്. ഒരുപാട് ഇമോഷൻസ് ഉള്ള വണ്ടിയാണ്. പിന്നെ അതിന്റെ ഒരു നമ്പറും പ്രത്യേകത ഉണ്ട്. ഇത് രജിസ്റ്റർ ചെയ്ത് റീ രജിസ്ട്രേഷനാണ്. തമിഴ്നാട് നമ്പറായിരുന്നു. ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ പിറ്റേ ദിവസം കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും റൂള് മാറിയതാ. KL9TN അല്ലെങ്കിൽ KA നമ്പർ മാറിയില്ലേ, അങ്ങനെ ഇത് KL9 ആദ്യത്തെ വണ്ടിയാണ്. ആ നമ്പർ നമുക്ക് കാണാൻ തിരുത്തുകൾ KL91. അതൊരു ഭയങ്കര പ്രത്യേകതയുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പം കൂട്ടത്തിൽ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക മസിൽമാൻ വമ്പൻ എന്നൊക്കെ ഒരു തോന്നൽ വരുന്നത്. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 1959. ഇത് ഞാൻ എടുത്തത് കാരണം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ ഈ ഫ്ലഡ് വന്നില്ല, കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോൾ മിക്കവരും ഈ വെള്ളത്തിൽ കുടുങ്ങിയതും ഇത് വിട്ട് 4 വീൽ ഡ്രൈവിൽ പോകണം എന്നൊക്കെ അങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് നാളെ സഹായിക്കണം. അങ്ങനെ ഫ്ലഡ് വരില്ല, പക്ഷെ ഇൻ കേസ് അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം പറഞ്ഞു. ജീപ്പുണ്ട്, അപ്പൊ അതിന് 4 വീൽ പാസഞ്ചേഴ്സിന് ആൾക്കാർ കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടിയാണ്. മൊത്തം 10-12 പേര് ഇരിക്കാൻ പറ്റും. 12 പേര് ഇരിക്കാൻ പറ്റും. അതിനു വേണ്ടി ഞാൻ ഈ വണ്ടി റെഡിയാക്കിയതാ. ഇത് വന്നിട്ട് 4 വീലാണ്, വെള്ളത്തിൽ ഓൾമോസ്റ്റ് ഇത്രയ്ക്ക് മുക്കാം. പ്ലസ് പെട്രോൾ ആണ്, 4 വീൽ ഡ്രൈവ് ആണ്. എവിടെ വേണമെങ്കിൽ വള്ളത്തിലും കല്ലും മലയിലൊക്കെ കയറിപ്പോകും. ഇത് ഏത് ഇയർ വണ്ടിയാണ്? ഇത് 1959 മെയ്ഡ് ഇൻ USA. മോഡൽ എന്താണ്? മറ്റേ ഇത് വന്നിട്ട് വില്ലീസ് സ്റ്റേഷൻ വാഗൺ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. കൂട്ടത്തിൽ ഒരു കരുത്തനും പമ്പനൊക്കെ നമുക്ക് ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ തരും. ശരിക്കും ഇതിന്റെ കളർ ഉണ്ടല്ലോ, ഈ ഒരു പെയിന്റ് ഇത് തന്നെയാണോ വണ്ടി ഒറിജിനൽ കളർ വരുന്നത്? പണ്ട് സാധാ ബ്ലൂ, സാധാ ഗ്രീന്, അങ്ങനത്തെ ബോട്ടിൽ ഗ്രീൻ ഒക്കെ കളർ ഉണ്ടാവുള്ളൂ. ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഒരു ട്രെൻഡ് വേണമല്ലോ. മറ്റുള്ള വണ്ടികളൊക്കെ ഞാൻ ഒറിജിനൽ കമ്പനി സ്പെക്ക് പോയപ്പോൾ ഈ വണ്ടിക്ക് ഞാൻ ഒരു മാറ്റം വരുത്തി. എന്താ പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് മാക്സിമം ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ജീപ്പൊക്കെയാണ്. അപ്പൊ അതിൽ ഒരു അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ സ്കീം കൊണ്ടുവന്നത്. ശരിക്കും ഇതിന്റെ കളർ ശരിക്കും നമ്മൾ എന്താ പറയുക വല്ലാത്തൊരു പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ കൊമ്പിയൊക്കെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് വരും. ഇത് ഒരുപാട് കഥ, വേറെ എന്തെങ്കിലും പ്രൈസ് കിട്ടിയ കഥകളൊക്കെ പറയാനുണ്ടല്ലേ? അതെ, ഈ വണ്ടി എൻ്റെ വളരെ 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 മോശമായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. ഇതിൻ്റെ ചരിത്രം ഞങ്ങൾ എവിടെ ടൂർ പോകണമെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയാലും ഫസ്റ്റ് അവിടുത്തെ ടാക്സി ഡ്രൈവർത്തോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഓട്ടോറിക്ഷക്കാരത്തോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പഴയ വണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഏതാ പഴയ മാർക്കറ്റ്, അല്ലെങ്കിൽ ഇവിടെ എന്താ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു ഹൈദരാബാദിൽ വെച്ച് പറഞ്ഞു, സാറേ ഇവിടെ ഒരു വണ്ടി കിട്ടാണ്ട് ഒരു വണ്ടി ഉണ്ട്, അത് എന്ത് വണ്ടി എനിക്കറിയില്ല, ഒന്ന് നോക്കുന്നു. അപ്പോൾ അന്ന് രാത്രി എനിക്ക് ഉറക്കമില്ല. രാത്രി ഞാനൊരു 11 മണിക്ക് വിളിച്ചു, രാവിലെ വരില്ലേ എന്ന്. തിരിച്ചും വരുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിക്ക് എൻ്റെ ഹോട്ടലെത്തി. അവിടെ കൂട്ടിയിട്ട് പോയപ്പോൾ ഒരു എന്താ പറയുക 10-30-40 കൊല്ലമായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു ഷെഡ്, അതിലായിരുന്നു ഈ വണ്ടി കിടന്നത്. അപ്പോൾ ആ ഷെഡ് തുറന്നതും സൂര്യപ്രകാശം നേരെ വന്നത് വണ്ടിയിൽ ഇരിക്കുന്ന സീറ്റിലേക്കാണ്. അതിന്റെ ഫോട്ടോ ഞാൻ എടുത്തു. അതിന്റെ സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ കണ്ണുനീർ വന്ന എന്താ പറഞ്ഞാൽ ഇതിന്റെ ജീവൻ വന്നു. 10-40-50 വർഷം നിന്ന വണ്ടി അതിന് ജീവൻ കിട്ടണം പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെ. അപ്പോൾ അന്ന് ഞാൻ എന്താ തീരുമാനിച്ചു, എന്തായാലും ഞാൻ എൻ്റെ കയ്യിൽ സ്വന്തമാക്കി പറഞ്ഞിട്ട് അന്ന് ഞാൻ 1-2 ദിവസം അവിടെ താമസിച്ച് ഈ വണ്ടി അവിടെ നിന്ന് ലോഡ് കയറ്റി പാലക്കാടേക്ക് കൊണ്ടുപോകും. ഇതിനൊരു സമ്മാനം കിട്ടിയൊരു കഥ പറഞ്ഞില്ല, എന്ത് പ്രൈസാണ് അത്? തീർച്ചയായിട്ടും ഈ വണ്ടി ഞാൻ മറ്റേ ഡൽഹിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി ടു ഗുരുവായൂർ ഞങ്ങൾ ബൈ റോഡ് തന്നെ ഓട്ടിച്ചു. അവിടെ ഓട്ടിച്ചിട്ട് അവിടെ 21 കൺസുലേറ്റ് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ഓട്ടോ ഷോ ഉണ്ട്. അതിൽ ഈ വണ്ടി കൊണ്ടുപോയി 2 അവാർഡ് കിട്ടി. പിന്നെ ഇതിൽ ഇനിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ നിർമ്മിച്ച വണ്ടിയാണ്. അതാണ് ഇതിലൊരു വളരെ സ്പെഷ്യാലിറ്റി. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നിർമ്മിച്ച വണ്ടിയാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. പക്ഷേ ഇന്ത്യയിൽ ആകെ ഒന്നുമില്ല, ആകെ 1-2 വണ്ടികളുള്ളൂ. അതിലൊന്ന് ഇവിടെയാണുള്ളത്. ഇതും ഓടുന്ന കണ്ടീഷനാണല്ലോ വണ്ടി, എവിടെ വേണമെങ്കിൽ ഓടിച്ചു പോകാം. ഓക്കെ ഇപ്പോഴും ഓടുന്ന കണ്ടീഷനാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയർ പത്മിനി വണ്ടിയും. ഇതേതായിരുന്നു? ഇത് ബ്യൂക്ക് എന്ന് പറയും. പണ്ടത്തെ എന്താ പറയാ ദിവാൻ അവരൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികളാണ്. അന്ന് തന്നെ ഉള്ളിൽ ക്ലോക്കും എയർ വെന്റും 1946 അന്ന് അങ്ങനത്തെ ഒരു സ്പെക്കുള്ള വണ്ടിയാണ്. ഇത് 8 സിലിണ്ടറാണ് പെട്രോൾ. 8 സിലിണ്ടർ പെട്രോളാണ്. അത് ആ ഒരു രീതിയിൽ കിലോമീറ്റർ 2 കിലോമീറ്റർ കിട്ടും പെട്രോളിൽ. നല്ല മൈലേജ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം മൈലേജ് ഉള്ള വണ്ടികൾ വേണമെങ്കിൽ നമുക്ക് തമാശ രൂപേണ പറയാം കേട്ടോ. ഇതിന്റെ എംപ്ലോ എല്ലാം കണ്ടെങ്കിൽ ഇത് ഒറിജിനൽ എംപ്ലം തന്നെയല്ലേ?
ഇത് വന്നിട്ട് കോണ്ടസയുടെ ഏത് മോഡലാണ് രാജേഷേട്ടാ? 86 മോഡലാണ്. ഇതിപ്പം ഇത് ബാക്കി ഒറിജിനലി സെഡാനാണ്. ഞങ്ങളത് കട്ട് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ അത് പേപ്പറൊക്കെ ശരിയാക്കി റോഡിൽ കൂടി ഓടിക്കാൻ പറ്റും. അതെ, ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഉൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ. അന്നത്തെ ലക്ഷറി കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേര് സൂസൈഡ് ഡോർ. ഓക്കെ. രണ്ട് സൈഡ് രണ്ട് തുറക്കുക. നമ്മുടെ അൽമാര തുറക്കില്ലേ, അതുമാരാണ് ഇതിന്റെ എൻട്രൻസ്. സീറ്റിന്റെ സ്പേസും അത് കണ്ടില്ലേ, ഭയങ്കര സ്പേസ് ആണ് അതില്. അന്നത്തെ തന്നെ പുഷ് ബാക്ക് ഉണ്ട്, ബാക്കിലും ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ശരിക്കും ഒരു ലക്ഷറി ഫീൽ തന്നെയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? 1900 ഏതായിരുന്നു? 36. ഓക്കെ, 1936 കരുത്ത് നമുക്ക് കാണാം കേട്ടോ. യെസ്, മറ്റേത് ഇന്നും പുലിക്കുട്ടി തന്നെയാണ് കേട്ടോ. സിംഗിൾ ചെറുതായി ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ സ്റ്റാർട്ടായി വരും. ശരിക്കും ഉണ്ടല്ലോ ഇതിൻ്റെയും ആക്സിലേറ്റർ, ഗിയർ, ക്ലച്ച് നോർമൽ ആക്സിലേറ്റർ ഇതാണ്. രാജേഷേട്ടൻ ഉണ്ടല്ലോ നമ്മളൊരു സ്പെഷ്യൽ കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. ഓ മൈ ഗോഡ്, വിൻറ്റേജ് കാറുകളുടെ ഒരു മിനിയേച്ചർ അല്ലേ? സ്കെയിൽ മോഡൽസ് എന്നാണ് പറയുന്നത്. ഹായ്, ഇതിപ്പോൾ എത്ര വണ്ടി ഉണ്ടാവും? 1200. ഓക്കെ, ഇതെല്ലാം ഒറിജിനൽ ഉണ്ടായിരുന്ന മോഡലുകളാണ്? ഇതൊക്കെ ഇറങ്ങിയ മോഡലുകളാണ് കേട്ടോ. പഴയ കാല വണ്ടികളുടെ ഒരു അത്ഭുത ലോകം തന്നെയാണ് കേട്ടോ രാജേട്ടാ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ മുമ്പ് പബ്ലിക്കിനെ അനുവദിച്ചിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതുപോലെ വണ്ടീനെ സ്നേഹിക്കുന്ന ആളുകൾ, കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റില്ല എങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കാണാൻ വല്ല ഓപ്ഷൻ? തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിന് ഓപ്പൺ ആണ്, എല്ലാവർക്കും ഒന്ന് നോക്കാം. എല്ലാവർക്കും ഇവിടെ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ട്. എനിക്ക് ഇതിൽ ഇനിയൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, ജോലി കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ അവിടെ എന്താ പറയുക അവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയുന്നില്ല. പക്ഷേ ഇതുപോലത്തെ അൺടാപ്ഡ് മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പുതിയ പുതിയ യങ്സ്റ്റേഴ്സ് നിറയെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയ ഈ ഫീൽഡിലേക്ക്. നമ്മളെ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ ഫ്യൂച്ചർ തന്നെ ഇതിൽ സക്സസ് ആകും. എന്താ പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഞങ്ങളുടെ കണക്കൂട്ടൽ എങ്ങനെ നോക്കിയാലും ഒരു 35,000 വണ്ടികളുണ്ട്. പക്ഷെ അതിൽ 5,000 to 6,000 വണ്ടികളുള്ള റിസ്റ്റോർഡ് വണ്ടിയാണ്. ഇതുപോലത്തെ ബാക്കി 30,000 വണ്ടികൾ റിസ്റ്റോർ ചെയ്യാത്ത വണ്ടി ചെയ്തിട്ടില്ല. അതിന് എവിടെ പോകണം, ആർത്ത് കാണണം എന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു എക്സ്ക്ലൂസീവ് ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറാണ്. അപ്പം നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ രാജേട്ടൻ്റെ ഫാമിലിയെ പറ്റി. ഞാൻ എൻ്റെ ഭാര്യയുടെ പേര് രമ്യ. രണ്ട് കുട്ടികൾ ഋതിക, റൂപിക. അവർ രണ്ടുപേരും ജോലിയിലാണ്, ബാംഗ്ലൂരിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ അമ്മയും കൂടെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 കുട്ടികളാണ് എനിക്ക്. അതൊക്കെ കാണുന്നതല്ല, അതായിരുന്നു ഞാൻ പറയാൻ വന്നത്. കുട്ടി ഓക്കെ മാഡം, ഇതുണ്ടല്ലോ നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ഒരു വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രം ചൂസ് ചെയ്തൊരു മേഖലയാണ്. ശരിക്കും ഇങ്ങനെ ഒരു മേഖലയിലേക്ക് ഫാമിലിയുടെ സപ്പോർട്ട്, ഒരു ഫാമിലിയുടെ സപ്പോർട്ട്, മുഴുവൻ സപ്പോർട്ടില്ലാതെ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരാൻ പറ്റില്ല. ശരിക്കും ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ രാജേട്ടൻ പറഞ്ഞു വൈഫാണ് നമ്മളുടെ ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്താണ് അവിടുത്തെ ഒരു ഈ ഒരു മേഖലയിലേക്ക് ഒരു എന്താണ് തോന്നുന്നത്? കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ് വന്നത്. അപ്പോൾ കുറേ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് ജോയിൻറ്റ് ഫാമിലിയിൽ വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. കുറേ പേര് നമുക്ക് കാണാൻ കിട്ടുന്നുണ്ടെന്നുള്ള കൂടെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ. പിന്നെ ഇവരുടെ പാഷൻ അതിനെക്കാട്ടിൽ വലിയ ജോയിൻറ്റ് ഫാമിലി പറഞ്ഞാൽ കുറേ കാറുകളുടെ ഉള്ള ഇഷ്ടപ്പാട്. എനിക്ക് ഫസ്റ്റ് അമ്മ അച്ഛൻ രണ്ടാളും പറയും ഇവൻ്റെ എന്തുണ്ടെങ്കിലും കാറിൻ്റെ കാര്യത്തിൽ നീ അവൻ്റെ കൂടെ നിൽക്കണം, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്നുള്ളത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൂപ്പര് എവിടെ പോയാലും ഏത് കാര്യത്തിന് ഏത് സ്ഥലത്ത് പോയാലും ഫസ്റ്റ് വണ്ടീൻ്റെ സംബന്ധപ്പെട്ടുള്ള സാധനങ്ങളെ നമ്മൾ നോക്കുള്ളൂ. അതായത് വെദർ ഇറ്റ് ഈസ് ഓൾഡ് മാർക്കറ്റ് ഓർ എവിടെയെങ്കിലും ആരുടെയെങ്കിലും സ്ഥലത്തിൽ പോയിട്ട് അവിടെ ഒരു വണ്ടി കണ്ടു വാ നമുക്ക് പോയി കാണാം. അങ്ങനെ എല്ലാ സ്ഥലത്തിനും ഒരു സ്ക്രാപ്പ് പീസ് കാണണം പറഞ്ഞാലും കൂടെ വിളിച്ചിട്ട് പോകും. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയത്. ബിഗിനിങ് ഒന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ
ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആയി. പിന്നെ എല്ലാ ഷോസിനും വണ്ടി ഷോസിനൊക്കെ പോകുമ്പോൾ ഹിൽ മേക്ക് ഇറ്റ് വെരി ഷുവർ ദാറ്റ് എൻറ്റയർ ഫാമിലി കൂടെ പോകും എന്നുള്ള രീതിയിൽ. അതായത് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പറാണ് അവിടെ പോകുന്നത്, അപ്പോൾ നമ്മൾ കൂടെ പോകണം, കുട്ടിയുടെ കൂടെ നമ്മൾ പോകണം എന്നുള്ള രീതി. അപ്പോൾ തനിച്ച് വിടാൻ പറ്റില്ല. നമ്മുടെ ഞങ്ങളുടെ 2 ഡോട്ടേഴ്സ് ആയാലും അമ്മയായാലും നെവ്യൂ നീസ് എല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ കുറേ ഷോസിന് ഒന്നിച്ചാണ് പോവുക, ഷോന് തന്നെ പോണത്. അപ്പോൾ ആ വണ്ടീൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് ഓട്ടിച്ചുകൊണ്ട് പോണ കാരണം ഇപ്പോൾ ഊട്ടി ആയാലും കുണ്ണൂരായാലും എവിടെ ആയാലും ഓട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ആ വണ്ടീൻ്റെ കൂടെ നിർത്തും, റോഡ് സൈഡിൽ നിർത്തും കാപ്പി കുടിക്കാൻ. അപ്പോൾ എല്ലാം ആ വണ്ടീൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുക. അപ്പോൾ സ്ലോലി ആ ഇൻട്രസ്റ്റ് വന്നിട്ട് ഞങ്ങൾക്കും ഒരു പാഷനായിപ്പോയി. ഓക്കെ, എന്തായാലും ഇത് ഒരുപാട് നാൾ മുമ്പോട്ടേക്ക് പോയിട്ട് ഒരുപാട് ഈ പറയുന്ന എത്രയായിരുന്നു 5000-ന് മേലെ വണ്ടികൾ അല്ല 30,000-ന് മേലെ വിൻറ്റേജ് കാറുകൾ ഉണ്ട്. ഓക്കെ, അതിൽ എല്ലാ വണ്ടിയും തന്നെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വ്യത്യസ്തമായ സ്റ്റോറികൾ, വ്യത്യസ്തമായ കഥകൾ നമ്മളുടെ ഈ ഒരു യാത്രയിൽ ഒരുപാട് ഇനിയും കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. ഇതാ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ബൈ പറയുകയാണ്. സ്നേഹം മാത്രമേ. ബൈ.